പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും, കൂലിവേലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും. അങ്ങനെ കടമ്പകൾ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും വേഗരപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, വഴികൾ, സംരംഭങ്ങൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഞാൻ എന്താ ഈ മാതാവിൻ്റെ പുറകെ നടക്കണമെന്നറിയാമോ? ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ഒരു മനുഷ്യനില്ല. മാതാവിനെ തൊടണ സൂക്ഷിച്ച് തൊട്ടില്ലെങ്കിലല്ല, ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ നിങ്ങൾ ആവശ്യമില്ലാതെ മാതാവിനെ ഡിസ്കസ് ചെയ്ത് കേട്ടോ. എന്താ കാര്യം? എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ്. കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല.
ക്രിസ്തുവാണ് ഇതിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇതിനേക്കാൾ സൊഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ കിട്ടാനില്ല. സിമ്പിളാണ്, അതേസമയം തന്നെ മീനിങ് അതിനെ പ്രാക്ടിക്കലാണ്. പുരുഷൻ്റെ ചുവട് വരെ സഭം പോകും, അത് കറങ്ങി വീഴാതെ പോകും. അറ്റ കൈക്ക് ഇതാ കർത്താവിൻ്റെ ദാസി, നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകുന്നു. ഇതൊരു വല്ലാത്ത സംഭവമാണ്. വിശ്വാസത്തെ അവയെ തളർത്താൻ ആദ്യം ചെയ്യണം മാതാവിനെ തുടിയുമാണ്. എന്താ കാര്യം? ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് അവരാദ്യത്തെ ഡിസൈപ്പിളാണ്. അവരാണ് ലോകത്തിന് ക്രിസ്തീയ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തത്. പൗലോസിനൊക്കെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, എന്തെങ്കിലും അബദ്ധം പറയുന്നത് മാതാവിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്നു തന്നെ. അതിൻ്റെ പേരിലേക്ക് അങ്ങേരുണ്ടാക്കിയ ഒരു ജീവിത രീതിയുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരിയൻ ലൈഫ് മിസ്സായിട്ടുണ്ട്. മരിയൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ്. ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമല്ല, രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ്. നമ്മൾ സകരക്ഷയ്ക്കൊന്നും പറയണതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യത്തിൽ അതല്ലല്ലോ. അത് ആദിമസഭ എന്താ അനുഭവിച്ചത് പത്രോസ് പറയും, മറ്റൊരുവൻ രക്ഷയില്ല. കാര്യം രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കർത്താവ് മാത്രമാണ്. ദൈവം അവൻ്റെ പേരിലാണ് പ്രസാദിച്ചത്, അവൻ്റെ നാമത്തിലാണ് കൃപ. അപ്പം സർവകൃപാവരങ്ങളും രക്ഷകൻ മധ്യസ്ഥ ഈശോ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ മാതാവിനെ തൊഴാന, മാതാവിനെ നേരിൽ നിർത്താൻ ആരും നോക്കരുത്. നോക്കിയാൽ യു വിൽ മിസ് ജീസസ്. നമുക്ക് ജീസസിനെ മിസ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ ശക്തി എന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കണം നിങ്ങൾ. ലോകത്തിൻ്റെ ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ മറ്റു 4 പെണ്ണുങ്ങളെ കുരിശിൻ്റെ ചുവട്ട് നിൽക്കണമെന്ന് പറഞ്ഞത് ആര്? അമ്മ നിന്നുകൊണ്ട് നിന്നതല്ലേ. അമ്മ എന്നൊരാൾ ഈ വഴികളിലെല്ലാം നടന്ന് ദൈവഹിതം നിറവേറ്റി, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് അവസാനം യേശുവിൻ്റെ തണുത്ത ശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങിക്കുന്നവരെ അമ്മ അപ്പാടെ വചനം ഒരു സെർവൻറ്റിനെ പോലെ സമർപ്പിച്ച ആളാണ്. അവരാണ് സ്വർഗാരൂപിതരായി. ക്രിസ്തുവിൻ്റെ ആദ്യ മധ്യസ്ഥം അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടാൽ പിന്നെ ക്രിസ്തു ഈശോ ആ ഒപ്പിൻ്റെ പുറത്ത് ഓവർ റൈറ്റ് ചെയ്യത്തില്ല. അതാണ് കാനാ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതാണ് കൃപാസനത്തിൻ്റെ ലക്ഷോപലക്ഷം അനുദിന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസം ഒരിക്കലും തോന്നാത്തവൻ കിട്ടാത്തവനൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തേടി ഇന്ന് കൃപാസനത്തിൽ വരണത്? അമ്മ എന്ന 2 അക്ഷരങ്ങളാണ്. ജീവിതത്തിൻ്റെ ഇതുപോലെയുള്ള അസ്തമയ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇരുട്ട് തക്കങ്ങളെ നിങ്ങൾ പകച്ചു പോകരുത്. ഞാൻ ഉടമ്പടി എടുത്തല്ലോ, പിന്നെ എനിക്കെന്താ ഇങ്ങനെ ഈ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ ചുമ്മാ ABCD ക്രിസ്ത്യാനി അങ്ങനെ പറയത്തുള്ളൂ. ഉടമ്പടി എടുത്തെങ്കിൽ അങ്ങനെ സംഭവിക്കണം. എന്താ കാര്യം? ക്രിസ്തു രൂപപ്പെട്ട് വരികയാണ്. നിങ്ങളുടെ വിഷയത്തെക്കാൾ ഉപരി അൾട്ടിമേറ്റായിട്ട് നിന്ന് നിത്യത നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന അതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ ഓരോ ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് മദർ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രോസസ്സിങ്ങിൽ ഇരിക്കുമ്പോൾ മദർ എപ്പോഴും മൗനം പാലിക്കും. അതായത് ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്താണ്? എൻ്റെ ദൈവം എനിക്കിത് ആവശ്യമാണെങ്കിൽ എല്ലാവരെക്കാൾ നേരത്തെ ദൈവം എനിക്ക് തരും. അപ്പോൾ ദൈവത്തിൻ്റെ സമയം ഞാൻ കാഴ്ചവെക്കുന്നു, സമർപ്പിക്കുന്നു. അവിടെയാണ് സമർപ്പണം വരണത്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മൾ സമർപ്പിച്ചതാകാൻ വേണ്ടി ആദ്യമേ ഉടമ്പടിയിൽ റെഡിയായിരിക്കണം. പിന്നെ വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ അമ്മ നമ്മുടെ വീട്ടിലുണ്ട്. അമ്മയുടെ ഒരു വിഷയം ബൈബിള് അമ്മയെ അവതരിപ്പിക്കും. ഉടമ്പടി അമ്മയുടെ പ്രാർത്ഥനയാണല്ലോ, ത്രൂ മേരിയാണല്ലോ ഈ ഇത് വർക്കൗട്ട് ചെയ്യണത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥലായതുകൊണ്ട് ഇതിൻ്റെ കെയർ ടേക്കർ എന്ന് പറയുന്ന ആൾ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മരിയ സ്പിരിച്വാലിറ്റി അനുസരിച്ചാണ് നമ്മൾ ജീവിക്കണത്. ഉടമ്പടി ജീവിതം മരിയ സ്പിരിച്വാലിറ്റി അനുസരിച്ചാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പിന്നെ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കണം അമ്മയുടെ പരിപാടിയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പത്രങ്ങളൊക്കെ ലോകത്തിന് കൊടുക്കണം, ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ അത് മരിയ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ മരിയ സ്പിരിച്വാലിറ്റി തന്നെയാണ് എലിസബത്തിനെ സെർവ് ചെയ്യാൻ പോകുന്നതും ആശുപത്രി സന്ദർശനവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മരിയ സ്പിരിച്വാലിറ്റിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളത്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത വെച്ചിട്ട് അമ്മയുടെ ഒരു ആധ്യാത്മിക ജീവിതം നമ്മൾ ജീവിച്ച് മാറുകയാണ് ഉടമ്പടി ചെയ്യണത്. ഈ ചെയ്വനകളിൽ ഉണ്ടാകുന്നൊരു വിഷയം,
നിങ്ങൾക്കറിയേണ്ടത്, കാനായിലൊരു വിവാഹാഘോഷം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ബൈബിൾ അവതരിപ്പിക്കുന്നതിന് ഒരു ബാങ്കറ്റ് സിറ്റുവേഷൻ രൂപീകരിക്കണ കാണാം. അമ്മയെ ബൈബിള് പരസ്യമായിട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ബാങ്കറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഈ ബാങ്കറ്റ് തന്നെയാണ് പിന്നീട് സ്വർഗത്തിൽ നമ്മൾ കണ്ടെത്തുന്നതും. ബൈബിളും എല്ലാം നിത്യപിതാവുമായിട്ടുള്ള സദ്യവട്ടങ്ങളിൽ നിന്നാണ് ബൈബിൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സദ്യയിൽ നിന്ന് മറ്റു സദ്യയിലേക്ക് ഇങ്ങനെ ബൈബിൾ സഞ്ചരിക്കും. കാനായിലെ വിവാഹാഘോഷത്തിൽ നിന്നാണ് നിത്യതയിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ പറയുന്ന വിഷയം എന്താണ്? ആ വീട്ടുകാരിൽ ഒരുവളായിട്ട് മറിയം അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയണത്. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. വാക്കുമെല്ലാം വളരെ കറക്റ്റാണ്. മാതാവ് ആ എമംഗ് ദ മെമ്പേഴ്സാണ്. ആ വീട്ടിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരിൽ ഒരാളായിട്ട് വരികയാണ്. ആര്? മാതാവ്. പിന്നീട് അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ വചനം വായിച്ചേ. മറിയം അവിടെ ഉണ്ടായിരുന്നു. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതാ സംഭവം. പിന്നെ അടുത്ത വചനം എന്താണ്? യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പുറമേ നിന്ന് വന്ന ആൾക്കാരാണ്. യേശുവും ശിഷ്യന്മാരും പുറമേ നിന്ന് വന്നതാണ്. അവിടുത്തെ വീടിൻ്റെ മെമ്പർ ആരാണ്? മറിയമാണ്. നിങ്ങളെപ്പോഴും ഓർക്കണം, നിങ്ങൾക്ക് ജോലിയില്ല, വീടില്ല, രോഗമാണെന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ അമ്മ ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ പിൻബലത്തിൽ നമ്മുടെ വീടിൻ്റെ ഒരു മെമ്പറായിട്ട് മാറുകയാണ്. അവർ പുറത്തുനിന്ന് വരികയല്ല. നമ്മുടെ വീടിൻ്റെ മെമ്പറായിട്ട് മാറുമ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താ? നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ് മറിയം. അതുകൊണ്ടാണ് അമ്മ റഷ് ചെയ്യണത്. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. ഇവിടെ ഇല്ലായ്മ ദൈവത്തിൻ്റെ സത്യപ്പെടുത്തുക. അവർക്ക് വീഞ്ഞ് ഇല്ല. അതാണ് സംഭവം. നമ്മുടെ ഇല്ലായ്മ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ ഈ ബുദ്ധിരാക്ഷസന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ചൊറിച്ചിൽ വരും. എന്താ കാര്യം? അവർ പറയുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് പഠിച്ചിട്ട് തലേ കയറണില്ല, ഞാൻ പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാകണില്ല, ഞാൻ പകുതി പോലും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ജയിച്ചെന്ന് പറയും. എന്താ പറയണത്? അപ്പോൾ നമ്മളെ കൈയടിക്കും. അപ്പോൾ ചില യുക്തി കൊണ്ട് ജീവിക്കുന്ന പാർട്ടി പറയും ഇതെന്ത് മണ്ടത്തരമാണ്, എന്നാൽ പിന്നെ പരീക്ഷയുടെ ആവശ്യമില്ലല്ലോ, കൃപാസനം മാത്രം മതിയല്ല എന്ന് പറയും. അങ്ങനെ കാരണം ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർക്ക് എന്തും പറയാമല്ലോ, നമുക്ക് എന്തും പറയാൻ പറ്റത്തില്ല. അതാണ് വിഷയം പറയാം. അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈശോ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഈശോ പറയുന്നത് എന്താണ്? അവർക്ക് മെരിട്ടില്ലെന്ന്, ഈ സബ്ജക്റ്റിന് മെരിട്ടില്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോയുടെ റെസ്പോണ്ട് എന്താണ്? ഈ മിറക്കിളിന് അവർക്ക് മെരിട്ടില്ല, യോഗ്യതയില്ല. അതിൻ്റെ കാരണം എന്താ? ഒന്ന്, അതിൻ്റെ അകത്ത് കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്കും നിനക്കും അതിൻ്റെ അകത്ത് എന്താണ് അറിവായി, അത് അവരുടെ വീട്ടിലെ പ്രശ്നമാണ്. വായ്പ മേടിക്കുകയോ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ വിലക്ക് വാങ്ങിക്കുകയോ ചെയ്യാം. ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ട്. നീ പോയി എന്നെ തലയിടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ വീട്ടിൽ തലയിടേണ്ടാത്ത കാര്യമാണെങ്കിൽ പോലും മറിയം തലയിടും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു മിറക്കിളിൻ്റെ ആവശ്യം പോലും അവിടെ ഇല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമ്മ ആ വീട്ടിൻ്റെ ആളായിട്ട് പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന കാരണം നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും അമ്മ അത് അഡ്രസ്സ് ചെയ്യും. അത് അപ്പോൾ യേശുക്ക് എനിക്ക് നിനക്ക് എന്ത് ഒരു മെറിറ്റില്ലാത്തതിൻ്റെ ഒരു ആദ്യത്തെ മെറിറ്റ് അതാണ്. അതില്ല. അവിടെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വിഷയമല്ലത്. ദ സബ്ജക്റ്റ് തന്നെ, ദ വെരി സബ്ജക്റ്റ് ഈസ് നോട്ട് നോൺ ടു അസ്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ഇത്. രണ്ടാമത്തത് എന്താണ്? അത് മാനുഷികമായിട്ട് അത്രയും. മൂന്നാമത്തെ മാനുഷികമായിട്ട് ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. പിന്നെ ദൈവികമായിട്ടും പ്രശ്നങ്ങളുണ്ട്. ഇതിന് യോഗ്യതയില്ല. എന്താണ്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല. അപ്പോൾ രണ്ട് പ്രശ്നമാണ്. ദൈവികമായ തടസ്സമുണ്ട്, മാനുഷികമായ തടസ്സമുണ്ട്. അപ്പോൾ നോട്ട് ബൈ മെറിറ്റിൽ ഇത് മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. പിന്നെ വർക്ക് ചെയ്തില്ല. പിന്നെ എന്തിലാണ് വർക്ക് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് യോഗ്യതയെ വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ പല കാര്യങ്ങളും യോഗ്യത വർക്ക് ചെയ്ത്, നിങ്ങളുടെ ജപ്തി യോഗ്യത വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ അച്ഛ ഞങ്ങളുടെ വീട്ടിൽ 2 പെൺകൊച്ചുങ്ങളായിരുന്നു വളർന്നു നിൽക്കുന്നത്. എത്ര കല്യാണക്കാരും വന്ന് ഒരു മനുഷ്യൻ വരികയില്ല. വന്ന കാണ്ടാമൃഗങ്ങളെല്ലാം മഴയത്ത് വരുമെന്ന്. അതെന്താണെന്നറിയാമോ? ഇവിടെ വീട്ടിൽ മഴയത്ത് വന്നാൽ കുഴപ്പമാണ്. ഇവർ പ്രാർത്ഥിക്കണത് പെണ്ണ് കാണാൻ ആരും മഴയത്ത് വരല്ലേ എന്നാണ്. കാര്യം വഴിയില്ല, കണ്ടവൻ്റെ വഴി കൂടി വരണം. അവിടെ മുഴുവൻ വെള്ളമാണ്. അപ്പോൾ തുണി പൊക്കി പാൻസ് പൊക്കി നീന്തിയാണ് ചെറുക്കൻ പെണ്ണ് കാണാൻ വേണ്ടത്. 2 പ്രാവശ്യം പാൻസ് വെക്കുമ്പോൾ തന്നെ അവൻ ഈ കേസ് കെട്ട് അവസാനിപ്പിക്കും. അപ്പോൾ ഇനി കെട്ടത്തില്ലെന്നുള്ള ഉറപ്പായി. മെറിറ്റില്ല അവർക്ക്. അപ്പോൾ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. കാര്യം വഴിയില്ല, ഉള്ള വഴി കണ്ടവൻ്റെതാണ്, അതിപ്പോൾ വെള്ളമാണ്. അവൾ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ വഴി വെള്ളമാണ്, അത് കണ്ടവൻ്റെ സ്ഥലമാണ്, എനിക്ക് 2 പെൺമക്കളുണ്ട്, ഞങ്ങൾ കൂടി ഇവിടെ കൊണ്ടുപോകാനാണ്. അവരുടെ മനസ്സ് ഇത്രയും നാൾ അവിടെ ജീവിച്ചിട്ടൊരു വഴിയില്ല. അവരെഴുതിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ചെയ്യും.
എൻ്റെ മക്കളെ കെട്ടിക്കാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഈ സാധനം ചോദിച്ചുള്ളേ അവർ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരെല്ലാം തന്നെ മാനസാന്തരപ്പെട്ട് 12 മീറ്ററുള്ള വഴി റോഡിട്ട് കൊടുത്തിരിക്കണം അവിടെ. അപ്പോൾ ഇതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് മെറിറ്റില്ല. ആ സാക്ഷ്യം ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, നമ്മളെ ഞെട്ടിച്ച് കളയും. കാര്യം ആളെ കയറി ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ ബുദ്ധി എന്ന് പറയണത് ആളെ കൊണ്ട് ഈ ഫയലെടുപ്പിക്കണം. ഫയലെടുപ്പിക്കാൻ പറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് സുവിശേഷ വിഹിതമായിട്ട് പുനഃക്രമീകരിക്കണം. എന്നിട്ട് ദൈവത്തിന് തോന്നണം ഇത് വയറ്റിപ്പഴപ്പ് മാത്രമല്ല, ജെന്യൂനായിട്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കും, ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കും എന്നൊക്കെ ദൈവം തോന്നിയാൽ ഫയൽ ഇന്നെടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആനുകൂല്യം എന്ന് പറഞ്ഞാലും സാധനം എടുക്കത്തില്ല. കാര്യം എടുത്തിട്ട് ദൈവത്തിന് പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് എടുത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൻ്റെതല്ലേ. എല്ലാ തിന്മകളുടെയും തലയിൽ ചവിട്ടി നിൽക്കണതാണ് അമലോത്ഭവ മാതാവ് അല്ലേ, പാമ്പിൻ്റെ അവിടെ നിൽക്കണത്. അപ്പോൾ നിനക്കെതിരെ വരുന്ന എല്ലാ പാമ്പിൻ്റെ തലയിലും അവൾ ചവിട്ടും. അനാദികാലം മുതൽ രക്ഷകനെ വാഗ്ദാനം ചെയ്തപ്പോൾ അതിക്ക് മുമ്പ് തന്നെ പാമ്പിൻ്റെ തലയിൽ ചവിട്ടാതെ രക്ഷകനെ ലോകത്ത് കൊടുക്കാൻ പറ്റത്തില്ലെന്നറിയാം. അതുകൊണ്ടാണ് നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുന്ന ഭംഗ്യം തരേണ സിംബോളിക്ക് വേണ്ടി പറഞ്ഞിരിക്കണം. എല്ലാ തിന്മകളും ഇവർക്ക് അധീനമാക്കി കളയും. അപ്പോൾ നിനക്കെതിരെ നിൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും മേൽഗതിക്ക് വേണ്ടി ഒരു തിന്മകളുണ്ടെങ്കിലേ, ഇപ്പം നിൻ്റെ ഓഫീസിലായിരിക്കും, നിൻ്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ സൂപ്രണ്ടാ, അല്ലെങ്കിൽ നിൻ്റെ ഡയറക്ടറാ, അസിസ്റ്റൻ്റ് ഡയറക്ടർ ആരെങ്കിലും നിനക്ക് പണി തരാൻ വേണ്ടി മാത്രം ഇരിക്കണവരാകാം. ആ പാമ്പിൻ്റെയൊക്കെ തല അമ്മ ചവിട്ടി ഒതുക്കിയിരിക്കും, ചവിട്ടി കൂട്ടിയിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചവിട്ടിക്കൂട്ടാൻ വേണ്ടി തന്നെ നിൻ്റെ ശത്രുക്കളെ നിനക്കെതിരെ ചവിട്ടിക്കൂട്ടാൻ വേണ്ടി തന്നെ നിൻ്റെ അമ്മ ഈശോ പറഞ്ഞ വാക്കുണ്ട്, എന്താണ്? നിൻ്റെ ശത്രുക്കളെ നിനക്കും ചവിട്ടിക്കൂട്ടാൻ പറ്റും. എന്താണ്? നിൻ്റെ ശത്രുക്കളെ ഞാൻ ചവിട്ടിക്കൂട്ടണവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കണമെന്ന്. അതാണ് ഉടമ്പടിയുടെ ഭാഗം എന്ന് പറയുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിൻ്റെ ശത്രുക്കളെ ലൂക്ക 20:43 ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. നിന്നെ ചവിട്ടിക്കൂട്ടാൻ വന്നവരെ നീ ചവിട്ടിക്കൂട്ടുന്ന ഒരു കാലം ഉണ്ടാകും. അതുവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കാൻ, എന്ന് വെച്ചാൽ ദൈവസന്നിധി വിട്ടുപോകരുതെന്ന് കയ്യെടുത്ത് ശ്രദ്ധിക്കട്ടെ. അപ്പോഴേ എനിക്ക് നിനക്ക് എന്ത് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മാനുഷ്യമായ ഒരു ഇംപ്ലിമെൻറ്റ്സ് തടസ്സത്തിനുണ്ട്, അതുപോലെ തന്നെ ദൈവികമായ തടസ്സമുണ്ട്. എൻ്റെ സമയമായിട്ടില്ല. 2 യോഗ്യതകളുമില്ല എന്ന് പറയും. മെറിറ്റില്ല, 2 മെറിറ്റുമില്ല. 2 മെറിറ്റുമില്ല എന്ന് പറഞ്ഞ് ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. കാനായിലെ കല്യാണത്തിലെ വിഞ്ഞിൻ്റെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആരാണ്? ഇവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. അമ്മ ആരാണ്? അമ്മ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ഇങ്ങനെ മെറിറ്റ് ഇല്ലാതെ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നടപടി എന്താണെന്ന് അമ്മയ്ക്കറിയാം. മെറിറ്റ് ഇല്ലാത്ത, യോഗ്യതയില്ലാത്തതിന് പിന്നെ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യുക. പിന്നെ എന്താണ്? ബട്ട് ബൈ ഗ്രേസ്. പിന്നെ ഗ്രേസിലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. കംപ്ലീറ്റ് ഗ്രാൻഡ് ആയിരിക്കും. ഒരു കാര്യം നമ്മുടെ കഴിവ് കൊണ്ട് നടന്നില്ലെങ്കിൽ ഓർക്ക് ദൈവത്തിലെ അത് നടക്കുകയില്ല എന്നുള്ളതല്ല, ദൈവം അത് നടത്തിക്കൊന്നും ദൈവത്തിന് മാത്രമേ നടത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ മനുഷ്യരിങ്ങനെ തള്ളിക്കളഞ്ഞാല് അടുത്ത നടപടി എന്താണെന്ന് അമ്മയ്ക്കറിയാം. പിന്നെന്താണ്? ഇത് യോഗ്യതയിൽ നമ്മുടെ കഴിവിൽ നിൽക്കത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് കൃപയിലാണ്. പിന്നെ കൃപ ആക്ടിവേറ്റ് ആകാൻ, കൃപ അക്യുമുലേറ്റ് ചെയ്യാൻ, കൃപ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിനാണ് അമ്മ പറയണത്. കൃപ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സൂത്രവാക്യമാണ് അവൻ പറയണത് പോലെ ചെയ്യുക. ഇതാണ് സംഭവം. നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യണത്, ബട്ട് ബൈ ഗ്രേസിലേക്ക് വർക്ക് ചെയ്യണത്. നമ്മുടെ യോഗ്യത കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കൃപ രൂപീകരിച്ച് വരാനും വളരാനുമുള്ള സൂത്രവാക്യമാണ് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറയണത് എന്താണ്, അതെന്തെല്ലാം ചെയ്താലും കൃപ രൂപപ്പെട്ടുകൊണ്ട് വരും. മനസ്സിലായില്ലേ? അവൻ പറയണത് എന്തെല്ലാം, അതെന്തെല്ലാമാണ് അവൻ പറയണത് അതെല്ലാം. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ സൗമ്യമായി പെരുമാറും, സ്നേഹത്തോടെ പെരുമാറും, ദേഷ്യം മാറ്റിവെക്കും, ക്ഷമ കൊടുക്കും ആൾക്കാർക്ക്, അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് സങ്കടങ്ങൾ ചോദിച്ചറിയും, നമുക്ക് പറ്റുന്ന പോലെ അവരെ സഹായിക്കും. അപ്പം അങ്ങനെ ഓരോ കാര്യത്തിലും ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിനാണ് ദൈവം പറഞ്ഞത് അറിയാൻ വേണ്ടിയാണ് ഈ വചനം വായിക്കണത്. മനസ്സിലായില്ലേ? വചനം വായിക്കണത് എന്താണ്? കൃപ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം അവൻ പറയുന്ന പോലെ ചെയ്യണം. അവനെന്താ പറഞ്ഞതെന്ന് നമ്മൾ അറിയണ്ടേ? അതിനാണ് വചനം വായിക്കണത്. വചനം വായിക്കുമ്പോൾ നീ കർത്താവിൻ്റെ ആളാണെങ്കിൽ നിനക്ക് തന്നെ കർത്താവ് ആന്തരിക ബോധ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, ഇന്നത് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ദൈവം പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യും. എന്താണ്? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക,
പഠിക്കാത്ത കുഞ്ഞുങ്ങളെ ഇപ്പോൾ എത്ര പേരാണ് ജർമ്മൻ ട്യൂഷൻ എടുക്കുന്നത്, എത്ര പേരാണ് മറ്റ് ഭാഷകളിലൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പറ്റണത് എല്ലാവരും വസ്ത്രത്തിന് പുറകെ ഭക്ഷണത്തിന് പുറകെ പോകണമല്ല, ഓരോരുത്തർക്ക് പറ്റണ കാര്യങ്ങൾ. ഇപ്പോൾ ചിലയിടത്ത് ഓരോരുത്തർ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് കൂടെ പോകേണ്ടി വരും. അപ്പം അങ്ങനെയെല്ലാം കൃപ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ലോൺ എടുക്കണം, അവർക്ക് ലോൺ കിട്ടത്തില്ലെന്ന് ഉറപ്പായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാങ്കിൽ സ്വാധീനം ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് മാനേജർ പറയണം, എനിക്കറിയാവുന്ന കക്ഷിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനത് അവരെ ഗൈഡ് ചെയ്തോളാം, അവരെ സഹായിക്കണം. അപ്പോൾ നമുക്കൊരു വാക്കേ പോകത്തുള്ളൂ. അപ്പം അങ്ങനെ എല്ലാ മേഖലകളും നോക്കണം, അവൻ പറയണ പോലെ ചെയ്യണം. അപ്പം അങ്ങനെ അവൻ പറയണ പോലെ എല്ലാ മേഖലകളും ചെയ്യുകയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അത് കേൾക്കണമെങ്കിൽ ഇതുപോലെ വചനങ്ങളെ കേൾക്കുകയും ഉടമ്പടി പ്രകാരമുള്ള വചന വിശദീകരണം കേൾക്കണം. അപ്പോൾ എന്തെങ്കിലും വചനങ്ങൾ ലോകത്ത് ഒത്തിരിയേറെ വചന പ്രഘോഷണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഉടമ്പടിയിൽ ഇരിക്കുന്നവർ ഉടമ്പടി വചന പ്രഘോഷണമാണ് കേൾക്കുന്നത്. കാര്യം വെച്ചാൽ ഉടമ്പടി വചന പ്രഘോഷണം ദൈവം ഇവിടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉടമ്പടി വെളിപ്പെടുത്തി ഇവിടെയാണ്, ഉടമ്പടി വിശദാംശങ്ങൾ വെളിപ്പെടുത്തി ഇവിടെയാണ്, ഉടമ്പടിയോട് ബന്ധപ്പെട്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന ഇവിടെയാണ്. ആ പ്രത്യക്ഷീകരണം സാധൂകരിക്കുന്നതിന് മാതാവ് നൽകിയിട്ടുള്ള സംവിധാനമാണ് ഉടമ്പടി. ആ ഉടമ്പടി വിജയിക്കുന്നുള്ള ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനങ്ങളാണ് എൻ്റെ ഉപാധി. എത്രയോ മനുഷ്യരാണ് ഇവിടെ കിടക്കും, അത് സ്കൂളിൽ പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഇയർഫോൺ വെച്ചുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നത്. കൂടുന്ന അപ്പം കൃപയും നിലനിൽക്കും. സാക്ഷ്യങ്ങൾ അതിൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് മനസ്സിലാകും. ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നല്ല ധൈര്യവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഉടമ്പടി ധ്യാനത്തിലൂടെ ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സ്മൃതിയുടെ സാക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ സ്മൃതി എന്നല്ല ജോസ്മിയുടെ സാക്ഷ്യങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഇനിയും വളരണമെന്ന് അവർ പറയുന്നതിന് മുമ്പ് അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ കൃപാസനത്തിലൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ, പക്ഷേ കൃപാസനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ പണ്ട് ശ്രമിച്ചിട്ടില്ലെന്ന്. ഇതാണ് വിഷയം, അത് വിഷയം തന്നെയാണ്. മറ്റെല്ലാ ധ്യാനകേന്ദ്രങ്ങളും പോലെ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്നൊക്കെ പറഞ്ഞ് അലേലിയ പറയുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് തെറ്റാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതല്ല, കൃപാസനത്തിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുണ്ട്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നിങ്ങൾക്ക് അടയാളം നൽകിക്കൊണ്ട് സ്ഥിരീകരിച്ച് ദൈവവും നിങ്ങളുമായിട്ട് ബയലായിട്ട് ഉടമ്പടി ഉണ്ടാക്കി ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് നിങ്ങൾ വളർത്തി നിലനിർത്തി അത് നിങ്ങളെക്കൊണ്ട് വചനം പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകി. അങ്ങനെ പാലിക്കുന്നതിലൂടെ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി. അത് നിത്യത വരെ നിങ്ങൾക്ക് ഹാർവസ്റ്റിംഗ് ഉണ്ടാകുന്ന ഒരു ബൃഹത്ത് പദ്ധതിയാണ്. അതാണ് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. പക്ഷേ കൃപാസനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം 89 എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഞാനീ പുത്തമ്പാനും അമ്മാനും ദേവാസ്തപള്ളിക്കാരൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ കൃപാഭവനത്തിൻ്റെ ആ ആഭിമുഖ്യത്തിൽ തുമ്പോളിയിൽ ഇന്ന ശുശ്രൂഷകൾ നടന്നു എന്ന് പറഞ്ഞൊരു പത്രക്കുറിപ്പ് എഴുതിക്കൊണ്ട് പോയി. പത്രത്തെ വന്നപ്പോഴാണ് ഞാൻ അറിയണത് കൃപാഭവനാണ്. അപ്പോൾ ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞു കൃപാഭവനം അല്ല കൃപാസനം എന്ന് പറഞ്ഞു. അന്നാണ് കൃപാസനം ആകണത്. ഇത് ശരിക്കും 89 കൃപാഭവനല്ല കൃപാസനം. അപ്പോൾ കൃപാസനം എന്താണെന്ന് അപ്പോഴും എനിക്കറിയത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ തന്ന പേര്, അതിനുശേഷമാണ് കൃപാസനം വാഗ്ദാന പേടകമാണെന്ന് മനസ്സിലാകണത്. അതിനുശേഷമാണ് കൃപാസനം ഉടമ്പടിയാണ് കണക്റ്റാകണത് മനസ്സിലാകണത്. അതിനുശേഷം മാതാവ് കൃപാസനം തന്നെയാണെന്ന് മനസ്സിലാകണത്. അതെല്ലാം അതിനുശേഷം ഉള്ള ഒരു വലിയ യാത്രയിലാണ് ഇതെല്ലാം ദൈവം അതിൻ്റെ കണ്ടശ ഇങ്ങനെ വെളിപ്പെടുത്തി നൽകണത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം, ദൈവികമായ ഒരു പദ്ധതിയുടെ കൂടെ സഞ്ചരിക്കുന്നവർ മാത്രമാണ് നമ്മൾ, ഞാനും നിങ്ങളും. ദൈവം സ്വരുക്കൂടിയെടുത്തൊരു പദ്ധതിയുടെ കൂടെ സഞ്ചരിപ്പുകാരാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഉദ്ദേശം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ദൈവത്തിന് മഹത്വം ഉണ്ടാകണവരെ നമ്മളിതിൻ്റെ വിഷയത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം വിചാരിക്കുന്നത്. നിങ്ങളെ ഉടമ്പടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജോസ്മിയുടെ അനുഭവത്തിൻ്റെ അവസാനത്തെ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. ജോസ്മി അവസാനം നിക്കക്കളിയില്ലാതെ തകർന്നരിപ്പണമായി കഴിഞ്ഞപ്പോൾ ജോസ്മി ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഇവിടെ ആൾത്താരെ നിൽക്കും. അപ്പോഴെന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ്മിക്ക് തോന്നും അച്ഛൻ്റെ അടുത്ത് ഈ പാല് കൊടുക്കണ ഒരു രീതി, കുഞ്ഞിന് ഇവന് ഭയങ്കരമായ ഒരു ഭഗീരഥ പ്രയത്നമാണ്, അന്ന് അച്ഛനെ കാണിക്കണമെന്ന് തോന്നി. ഇങ്ങനെയാണ് പാല് കൊടുക്കണത്, ഇത് എങ്ങനെ ഈ കൊച്ചു ജീവിച്ചിരിക്കുമോ, ഇനി ഇത് മരുന്നൊന്നുമില്ല, ഡോക്ടറും കൈവിട്ട് നിങ്ങൾ തങ്കത്തിൽ കൊടുക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ജോസ്മി പറയും ഞാൻ കാണിക്കുന്ന കൺസേണിനെ കുറിച്ച് പോലും ഡോക്ടറിന് ഒരു ഐഡിയ ഇല്ലല്ലോ എന്ന്. ഒരു ആ ചാപ്റ്ററോടെ വെച്ച് മെഡിസിൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമവർ.
ഇത് അമ്മയുടെ അടുത്ത് വന്ന് നിന്നിട്ട് അമ്മയോട് വന്നെന്ന് പറയും, അമ്മ എടുത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ ഈ കുഞ്ഞിനെ ഒന്ന് അമ്മയെ കാണിക്കുവാന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ഒരു വിഷയം മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്നും പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുഞ്ഞ് കാണിക്കുന്ന വെബ്രാളങ്ങളില്ലേ, പാല് കൊടുക്കുമ്പോൾ പ്രോട്ടീൻ അലർജിയുള്ള കുഞ്ഞ് കാണിക്കുന്ന വെബ്രാളങ്ങളെ ആണ് ഈ ഉടമ്പടി ഈ മൊബൈലിൽ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഈ വെബ്രാളം കണ്ട കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് അമ്മയെ കാണിക്കും. എനിക്ക് തോന്നി, ഞാനൊരു പഠിക്കണ കാലത്ത് തന്നെ ഞാൻ കോളേജിൽ യുക്തിവാദ സംഘടന ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് ആ വിഷയം യുക്തിപരമായിട്ടാണ് ഞാൻ വിഷയങ്ങളെ പണ്ടും കണ്ടുകൊണ്ടിരുന്നത്. ഈ വിശ്വാസം എന്ന് പറയണത് ഒരു ലെവൽ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് യുക്തിയുടെ മേഖലയിലേക്ക് പ്രവേശിക്കും. കാര്യം എന്താണ്? അപ്പൻ ദൈവവും നമ്മൾ തമ്മിലുള്ള ബന്ധമാണ് എൻ്റെ യുക്തി എന്ന് പറയുന്നത്. ആധ്യാത്മിക യുക്തി എന്ന് പറയണത് അത് യുക്തി തന്നെയാണ്, അല്ല വിശ്വാസമല്ല. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം. ഞാൻ പറയും, അമ്മേ വേറൊരു അമ്മയാണ് ഈ കിടന്ന് ഈ കൊച്ചിന് 2 കൊല്ലമായിട്ട് തകരണത്. ഇതിങ്ങനെ കാണിക്കും ഞാൻ രൂപത്തെ. അപ്പം ചിലരൊക്കെ പറയില്ല, ഇതൊക്കെ എന്താ ഈ രൂപമാണ്, രൂപത്തെ ഇത് കാണിക്കണം, വിഗ്രഹാരാധന അല്ലേ, മണ്ണാങ്കണ്ട. അവന്മാർക്കൊക്കെ ഒരു ബോധമില്ല, അറിവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അറിവില്ലാതെ കുറേ അണ്ണന്മാർ അത് ആനകുനെന്നൊക്കെ പറയും. വിശ്വാസം ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനപരമെന്ന് പറയുന്നത് ദൈവത്തോട് ആത്മബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവേചനമാണത്. ഞാൻ അമ്മയുടെ രൂപത്തെ കാണിക്കുമ്പോൾ അമ്മ ഡയറക്റ്റ് ഇത് കാണാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് ആയില്ലേ അവിടെ. ഞാൻ ഈ മൊബൈൽ അമ്മയെ കാണിക്കും, ഇവിടെ നിന്നിട്ട് അമ്മയെ കാണിക്കും. കാര്യം ഈ കുഞ്ഞിന് വേറെ ഇനി മാർഗ്ഗമില്ല. ഞങ്ങളുടെ മെരിറ്റെല്ലാം പോയെന്ന് പറയും. ഞങ്ങളുടെ മെരിറ്റെല്ലാം തീർന്നു, ഇനി ഞങ്ങൾക്ക് അവലംബങ്ങളിൽ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ അവലംബമില്ല. കുഞ്ഞിനെ തന്ന നീയാണെങ്കിൽ നീ മാത്രമേ അവസാനത്തുള്ള അഭയമുള്ളൂ. ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് ഇവർക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ഈ സൈത്തെടുത്തിട്ട് ആ വിഷയത്തിലൊരു കുരിശിട്ട് മൊബൈലിലൊരു കുരിച്ചിട്ട് ഇവർക്ക് കൊടുക്കും. ഇവർ ഒരു 5 മിനിറ്റ് നടന്ന് അവിടെ ചെന്ന് കാണും. ഇവർ ആദ്യമായിട്ടും കുഞ്ഞ് പറയും, എനിക്ക് ഞാഞ്ഞാ വേണമെന്ന് പറയും. ഞാഞ്ഞാന്ന് പറഞ്ഞാൽ എന്താ, കരിക്കണേ. കുഞ്ഞിന് ഭക്ഷണം കാണുമ്പോൾ ഓടണ കൊച്ചാ, വായി കുത്തി കയറ്റിയാൽ കുഞ്ഞിനെ അവസാനം നിരത്തിട്ട് എറിയേണ്ടി വരും. ആ അവസ്ഥയിൽ കുഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എനിക്ക് അമ്മ അപ്പം തന്നെ ഒരു കരിക്ക് വാങ്ങിച്ച് വെട്ടിപ്പൊടിച്ച് വെള്ളവും കൊടുത്ത് അതിൻ്റെ കാമ്പം കൊടുത്ത്. പുള്ളി അന്നും ഒരു കൊച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും കഴിക്കൽ നിർത്തിയിട്ടില്ല. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. അതാണ് അവർ പറയണത്, എനിക്കുടമ്പടി ജീവിതത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണെന്ന്. ഇതൊരു ജീവിതമാണ്. ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ പോകണം. വിശ്വാസത്തിൻ്റെ ഈ മേഖലകളിലൂടെയാണ് ഇതിൻ്റെ ഡിവൈൻ മെല്യൂ എന്ന് പറയുന്ന സംഭവം, ദൈവമേഖല എന്ന് പറയണത്. ഇവിടെ ആശയവാദങ്ങളില്ല, പ്രായോഗികമായ അനുഭവവാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രായോഗിക അനുഭവവാദങ്ങൾക്ക് വേണമെങ്കിൽ നിനക്ക് വിശ്വാസത്തേക്കാൾ വലിയ ദൈവസ്നേഹം ഉണ്ടാകണം. ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിന്നെ ദൈവസ്നേഹത്തെ വളർത്താൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു ബോധം ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. എൻ്റെ മക്കളെ കൈ നെഞ്ചത്ത് വെക്കുക. നീ എവിടെയാണ് നിൽക്കണമെന്ന് ഓർക്കുക. അമ്മ പ്രത്യക്ഷപ്പെട്ട പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അംഗീകരിച്ച സമയഘടികാരം ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന ആധ്യാത്മിക ചരിത്രത്തിലെ ഒരു അന്യമായ ഒരു അതുല്യമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നാളത്തെ കാലങ്ങളിൽ 10,000 തലമുറകൾ ദൈവത്തെ അന്വേഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണിത്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന. ഭാഗ്യവാന്മാരാണ് നമ്മൾ. ദൈവം ഈ ജനതയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ചെയ്യാവുന്ന മഹാകാര്യങ്ങൾ, അതിൻ്റെ ആദ്യ പാഠങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ തലമുറയുടെ ഭാഗമാണ് നമ്മൾ. ശ്രുതികട്ടെ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും നിന്റെ രോഗങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച് മാറ്റുകയാണ്. നീ ഇടത് നെഞ്ചിൽ കൈവെക്കണം, വലത് കരം കൊണ്ട് ഇടത് നെഞ്ചിൽ കൈവെക്കണം, ഇടത് കൈ കൊണ്ട് നീ നിൻ്റെ ശിരസിൽ കൈവെക്കണം. ഉച്ചമുതൽ ഉള്ളംകാലം വരെ നീ കർത്താവിനെ സമർപ്പിക്കണം. അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നിൻ്റെ രോഗങ്ങൾ, പീഡകൾ, ഞെരുക്കങ്ങൾ, ആന്തരിക അവയവങ്ങൾ, അതിൻ്റെ കെടുതികൾ, സിസ്റ്റുകൾ, മൊത്തത്തിൽ കല്ലുകൾ, പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ, പഴുപ്പുകൾ, ക്യാൻസർ രോഗങ്ങൾ, പല സ്റ്റേജുകൾ, ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകൾ, ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവം നിനക്ക് വേണ്ടി എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയും മഹത്വവും നിന്നെ കാണിക്കുന്ന അതുല്യ വെളിപാടിൻ്റെ വലിയ സ്വർഗീയ ഇടങ്ങളിലേക്ക് കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോ അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സൈന്യത്തെ നീ പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷ ശക്തിയാൽ ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെയും ആന്തരിക രോഗങ്ങൾ, ബാഹ്യ രോഗങ്ങൾ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മാരക രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി, വീട്, വിവാഹം, ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, യാത്ര, സാമ്പത്തിക മേഖലകൾ, കേസുകൾ, ജയിലുകൾ, യാത്രകൾ, തിരികെ വരുന്ന അവസ്ഥ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, വിവാഹ തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ വലിയ ശക്തി, മാതാവിൻ്റെ വലിയ മാധ്യസ്ഥ സഹായം ലഭിക്കുന്ന വലിയ സമയമാണ്. കർത്താവേ സ്തുതിക്കട്ടെ. നാമത്തിൽ, സഭയുടെ അധികാരത്തില്, പുരുഷന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത ക്ലേശങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മാസങ്ങളായി നടക്കാത്ത വിഷയങ്ങള് ഇപ്പോൾ പരിശുദ്ധയുടെ മാധ്യസ്ഥിക്ക് സമർപ്പിക്കുക. ഡേറ്റുകളെ സമർപ്പിക്കുക. നമ്മൾ വീണ്ടും ഈ ആരാധന കൂടുന്നവരെയുള്ള ഒരാഴ്ച മുഴുവനും പ്രധാനപ്പെട്ട ഡേറ്റുകൾ, പ്രസവത്തെ ഡേറ്റ്, ഓപ്പറേഷൻ്റെ ഡേറ്റ് സമർപ്പിക്കുക. ഫസ്റ്റ് വിൽപ്പനയുടെ ഡേറ്റ്, ജപ്തിയുടെ ഡേറ്റ്, പരീക്ഷ ഡേറ്റ്, ഇൻ്റർവ്യൂ ഡേറ്റ്, വിസ പ്രോസസ്സിംഗ് ഡേറ്റ്, കയറി പോകേണ്ട ഡേറ്റ്, തിരിച്ചു വരേണ്ട ഡേറ്റ്, സ്ഥലം രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ്, എല്ലാം, വീട്ടു പ്രതിയുടെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓരോ തീയതികൾ, നിന്നെ വേദനിപ്പിക്കുന്ന ഓരോ തീയതികളിൽ, നിന്നെ സങ്കടപ്പെടുന്ന തീയതികൾ കർത്താവിന് സമർപ്പിക്കട്ടെ. സമയത്തിൻ്റെ അധികാരിക സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തിക്കൊണ്ട് നിന്റെ സമയത്തിന് അധികം സ്ഥാപിച്ചുകൊണ്ട് നിന്നെ സംരക്ഷിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ. ധ്യാനം എല്ലാവരും ഈ ധ്യാനം വീണ്ടും കേൾക്കണം. ഇത് ഓൺലൈനിൽ ദൈവം തരുന്ന ധ്യാനമല്ലേ, ഇത് വീണ്ടും കേൾക്കണം. കേൾക്കുക മാത്രമല്ല, ഷെയർ ചെയ്യണം. ബഹുമാനപ്പെട്ട ജീന സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിൽ ഒരു സംഭവം അവതരിപ്പിച്ചു. 2 കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാർ ഉടമ്പടിയാണെന്ന് നടക്കുന്നുണ്ട്. ഉടമ്പടി ധ്യാനം ഒരു ദിവസം, ഒരു ആഴ്ച ധ്യാനം നിങ്ങൾ കൂടിയില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയുടെ ഭാഗമല്ല, അതറിയണം. ഉടമ്പടി 2 കൊല്ലമായിട്ട് ധ്യാനം കൂടെ അവരോട് പറഞ്ഞില്ലെന്നാണ് അവർ പറയണത് ആരും. അപ്പം അതുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്യണം, അത് ഷെയർ ചെയ്യുകയും ചെയ്യണം, സാക്ഷ്യവും ഷെയർ ചെയ്യണം. ദൈവത്തിന് തോന്നണം നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടെന്ന്. അങ്ങനെ തോന്നിയ പരിശുദ്ധ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആത്മനിക്ഷേപം എന്ന് പറയുന്നത്. അത് നമുക്കുണ്ടെങ്കിലേ പിന്നെ നമുക്ക് വേറെ അതാണ് നമ്മുടെ കോൺഫിഡൻസ് ആയിരുന്നു കവനൻ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫുഡ്.